വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സോളമൻ രാജാവിൻ്റെ മരണശേഷം രാജാവായ അവൻ്റെ പുത്രനായ റെഹോബോവാമിൻ്റെ അടുത്തേക്ക് ജെറോബോവാമും ഇസ്രായേൽ ജനവും വന്നു പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിക്കാം. റെഹോബോവാം രാജാവ് മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് ജനത്തോട് പരുഷമായി സംസാരിച്ചു. എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്ത് അവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദെ, നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി ജെറോബോവാമിനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി. യൂദയായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. അങ്ങനെ കർത്താവ് അഹിയ പ്രവാചകരിലൂടെ അരുളി ചെയ്ത തിരുവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. റെഹോബോവാമിന് യൂദാ ഗോത്രം മാത്രവും ജെറോബോവാമിന് 10 ഗോത്രങ്ങളുടെ ഭരണചുമതലയും ലഭിച്ചു. 12ാമത്തെ ഗോത്രമായ ബെഞ്ചമിൻ ഗോത്രം പുരോഹിത ഗോത്രമായതിനാൽ അവർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല. അവർ യൂദാ ഗോത്രത്തിൻ്റെ ഭാഗമായി തുടർന്നു. പിന്നീട് ജെറോബോവാമും വിഗ്രഹാരാധന എന്ന കഠിനപാപം ആവർത്തിക്കുന്നു. അവൻ സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവയിൽ ഒന്നിനെ ബഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. അവനവയ്ക്ക് പൂജാഗിരികളുണ്ടാക്കി. ലേവി ഗോത്രത്തിൽ പെടാത്തവരെ പുരോഹിതന്മാരാക്കി. ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബഥേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും താരങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.